കേരളത്തിലെ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിനറിഞ്ഞോ അറിയാതെയോ കുറേ ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ വശമതരായി എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യമില്ല. ഈ ഹോളോകോസ്റ്റിനെ പറ്റി സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഥയുണ്ട്. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടക്കുരുതിയിലേക്ക് പോകാൻ നേരത്ത് ഈ ബസ്സിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടിയ കഥയുണ്ട്. ഹോളോകോസ്റ്റിലേക്കാണ് പോകുന്നത്, ഇവരെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അപ്പോഴും ഈ കൊല്ലാൻ കൊണ്ടുപോകുന്ന ബസ്സിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടുകയാണ്. ആ അടികൂടുന്നത് പോലെയാണ് നാട്ടിലെ ക്രിസ്ത്യാനിയും മുസ്ലിമും അടികൂടുന്നത്. കാരണം ഇവരെ രണ്ടുപേരെയും ചേർത്ത് ഹോളോകോസ്റ്റിലേക്ക് കൊണ്ടുപോകാനാണ് RSSന്റെ രാഷ്ട്രീയ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ബസ്സിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടേണ്ട ഒരു സാഹചര്യവും കേരളത്തിലില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അത് ഏത് കാര്യത്തിലാണെങ്കിലും, അത് ശിരോവസ്ത്രത്തിൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, മറ്റു കാര്യങ്ങൾ ഹിജാബിൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, ഇതിനൊക്കെ ന്യൂനപക്ഷ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ എല്ലാവരും അംഗീകരിക്കണം. എല്ലാവർക്കും അത് ബാധകമാണ്. നമ്മൾ ഈ നാട്ടിൽ സെക്യുലറിസം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനിടയിൽ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു റിഫ്റ്റ്, ആ റിഫ്റ്റ് ഒരിക്കലും അത് നല്ല ഔട്ട്കം ആയിരിക്കില്ല തരുന്നത്, മോശം ഔട്ട്കം ആയിരിക്കും തരുന്നത്. സെക്യുലറിസമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സെക്യുലറിസം ഇവിടെ നടപ്പിലാക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. PM ശ്രീ നമുക്കറിയാം, അത് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ്റെ ഒരു ഐശ്വര്യമായി മാറിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് മറ്റൊരു വഴിയില്ല. അദ്ദേഹം PM ശ്രീയിൽ ഒപ്പിടാൻ പറഞ്ഞാൽ PM ശ്രീ ഒപ്പിടും, ആരോഗ്യശ്രീയിൽ ഒപ്പിടാൻ പറഞ്ഞാൽ അത് ഒപ്പിടും. കാരണം ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ അടുത്ത് മക്കൾ ജയിലിൽ പോകണയാണോ നല്ലത്, അദ്ദേഹം ആരോഗ്യശ്രീ ആണോ PM ശ്രീ ആണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ആരോഗ്യശ്രീയോ PM ശ്രീയോ എന്ത് വേണമെങ്കിലും ആക്കാമെന്ന് പറയും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ ലാവിൽ ഇനിയിപ്പോൾ പറയാം 40-45 പ്രാവശ്യമായി ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു കേസ് മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ തന്നെ അതിനകത്ത് എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നറിയാം. 2 മക്കൾക്കെതിരായിട്ടുള്ള കേസ് നിങ്ങൾ നോക്കിക്കോളൂ. ഇന്ത്യ രാജ്യത്തെ NDA ഇതര മുഖ്യമന്ത്രിമാരിൽ ഇത്രയും പ്രിവിലേജ് കിട്ടിയ മറ്റൊരു മുഖ്യമന്ത്രിയില്ല. ഏത് മുഖ്യമന്ത്രിയുടെ മക്കൾക്ക് നേരെയാണ് ഇത്ര വലിയ ആരോപണം ഉണ്ടായത്? എന്നിട്ട് ഈ ആരോപണം ഉണ്ടായിട്ട് ഈ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്ത ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതേവരെ ചോദ്യം ചെയ്തിട്ടില്ല. മകൾക്കെതിരെ ആരോപണമുണ്ട്, മകനെതിരെ ED നോട്ടീസ് അയച്ചിട്ട് ഇയാൾ ആ ED നോട്ടീസ് കൈപ്പറ്റി ഹാജരായിട്ട് പോലുമില്ല. എന്നിട്ടും കേന്ദ്ര സർക്കാർ നടപടിയെടുത്തിട്ടില്ല. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ മുഖ്യമന്ത്രി അമിത്ഷായെ പോയി കാണുന്നതും അവിടെ വെച്ച് സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നതും ധനകാര്യമന്ത്രിയെ കാണുന്നതും സന്ധി സംഭാഷണങ്ങൾ